ഇങ്ങനെ ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനോട് ഉദാസീനമായിട്ടുള്ള ഈ കലാപം കുറച്ച് നാൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഗുജറാത്തിലെ ഒരു ജൂനിയർ മിനിസ്റ്റർ ആയിരുന്ന ഹാരൻ പാണ്ഡ്യ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കലാപം നടക്കുന്ന സമയത്ത് കലാപത്തെ അടിച്ചൊതുക്കണ്ട അല്ലെങ്കിൽ കലാപം മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു നിലപാട് അവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടന്നത്. പക്ഷേ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തലിനെ തെളിവായി സ്വീകരിക്കാൻ ഒരു അന്വേഷണ സംഘവും തയ്യാറായില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഇതേ ഹാരൻ പാണ്ഡ്യ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് അജ്ഞാതരായിട്ടുള്ള ആളുകളുടെ വെടിയേറ്റ് ഇദ്ദേഹം മരണപ്പെടുകയും ഇദ്ദേഹത്തിന്റെ കൊലപാതകികളെ ഇന്നേ വരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മാത്രമല്ല അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് തന്നെ ഈ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കലാപം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ സംസ്ഥാന സർക്കാരിലെയും സംസ്ഥാന പോലീസിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു യോഗം നടക്കുകയും ആ ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ആ ഒരു കലാപത്തെ എത്രയും പെട്ടെന്ന് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം പോലീസിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ഗുജറാത്തിലെ മുൻ IPS ഉദ്യോഗസ്ഥനായിരുന്ന സഞ്ജീവ് ഭട്ടൊക്കെ പിൽക്കാലത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉദാസീനമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത് ഈ ഒരു കലാപം വ്യാപിക്കുന്നതിന് കാരണമായി